അപ്പോൾ ഗായ്സ്, അപ്പോൾ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഞാനൊരു സ്റ്റോറി ഇപ്പോൾ ഇട്ടിട്ടേ ഉള്ളായിരുന്നു. എന്നാലും ഞാൻ പറയുകയാണ്, ഞാനിപ്പോൾ വീണ്ടും നടക്കാൻ പോവുകയാണ്. ഒരു ചലഞ്ചായിട്ട് എടുക്കാൻ പോവുകയാണ്. 1 മാസത്തിനുള്ളിൽ എൻ്റെ വണ്ണം കുറയുമോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചലഞ്ചാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഞാൻ നടക്കാൻ തുടങ്ങി, പക്ഷേ ഇടയ്ക്ക് ഗ്യാപ്പായിരുന്നു. അപ്പോൾ ഇന്ന് തൊട്ട് ഞാൻ നടക്കാൻ പോവുകയാണ്. നടന്നിട്ട് എൻ്റെ വണ്ണം കുറയുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. 1 മാസത്തിനിടയ്ക്ക്. പക്ഷേ എല്ലാ ദിവസവും വീഡിയോസ് ഒന്നും ഇടത്തില്ല. എന്നാലും ചെറുതായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ട് നടക്കാൻ പോകണം. വണ്ണം കുറയോ ഇല്ലയോ നമുക്ക് നോക്കാം. എന്തായാലും അതിൻ്റെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പോയിട്ട് വരാം. ഇടയ്ക്ക് ഞാൻ ചെറിയ ചെറിയ വീഡിയോസ് ഇട്ടിട്ട് ജോയിൻ ചെയ്തിട്ട് ഇതിലിടുന്നതായിരിക്കും. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. 1 മാസത്തെ ചലഞ്ചൊന്നും പറയുന്നില്ല കേട്ടോ. 1 മാസത്തെ ചലഞ്ചൊന്നും അല്ല, അത് ഡ്രോപ്പ് ആവും എനിക്കറിയാം. എന്നാലും ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. എന്തായാലും 1 മാസത്തിനുള്ളിൽ വണ്ണം കുറയോ ഇല്ലയോ നമുക്ക് നോക്കാം. അതിന് വേണ്ടി എടുത്തൊരു വ്ളോഗാണ്. ഓക്കെ, അപ്പം നമുക്ക് നടന്നിട്ട് വരാം. കൂടെ വാ. ഇങ്ങനെ ലിഫ്റ്റിലേക്ക് കയറി ഇങ്ങനെ പോകണം കേട്ടോ. അപ്പോൾ കുറച്ച് ഏറെ ഇങ്ങനെ ഉണ്ട്. നടക്കാൻ പറ്റിയ സ്ഥലങ്ങൾ ഇങ്ങനെ കുറേ ഉണ്ട്. അതായത് നമുക്കിവിടെ തന്നെ നടക്കാൻ വേണ്ടിയിട്ടും സൈക്കിൾ ചവിട്ടാൻ വേണ്ടിയിട്ടൊരു സ്ഥലമുണ്ട്. അവിടെയാണ് പോകുന്നത്. അവിടെ ആകുമ്പോൾ ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഞാൻ 4th ഫ്ലോറിലാണ് താമസിക്കുന്നത്. അപ്പോൾ എന്തായാലും വാ, എനിക്കൊന്നും ഞാൻ നടക്കാൻ പോകുന്ന വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ ഈ വർത്താനം പറയുന്ന വീഡിയോ തന്നെ ആയിരിക്കും. ഓക്കെ, കുറേ സ്പീഡിൽ ഇങ്ങനെ നടക്കാം കേട്ടോ. അപ്പോൾ നടക്കുന്നത് നിങ്ങളുടെ അപ്പുറത്ത് കാണിച്ചു തരാം. ഹലോ, അപ്പോൾ അണയ്ക്കുന്നു. ഞാൻ ഒരു 6-7 മിനിറ്റ് ചെയ്തുള്ളൂ. കുറച്ച് ആടുകയും ഒക്കെ ചെയ്തു. കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ എനിക്ക്. കാരണം ആൾക്കാരങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതല്ല, ഫസ്റ്റ് ദിവസം അല്ലെങ്കിൽ പോലും കുറച്ച് ദിവസം ഓടാതിരുന്നിട്ട് നടക്കാൻ വന്നതാണ്. എൻ്റേതായിട്ട് ക്ഷീണം, ശ്വാസം മുട്ടലൊക്കെ വരുന്നുണ്ട്. കുറച്ച് നാളെ തൊട്ടിനിയും കുറച്ച് കൂടുതൽ നടന്ന് റെഡിയാക്കണം എന്ന് വിചാരിക്കുന്നു. അറിയത്തില്ല, എല്ലാം എൻ്റെ കണക്കൂടിലാണ്. എല്ലാം കണ്ടറിയാം. ഇങ്ങനെ പല പ്രാവശ്യം ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാം ഫ്ലോപ്പായി പോയിട്ടുണ്ട്. പക്ഷേ ഇല്ല, ഫ്ലോപ്പായിട്ടില്ല. ഞാൻ വാട്സപ്പ് വഴി ഡയറ്റിൻ്റെ ഇത് ചെയ്തിട്ട് 1 മാസത്തിനുള്ള 5-6 കിലോ ഒക്കെ വെച്ചിട്ട് 4-5 പ്രാവശ്യം ഞാൻ കുറച്ചിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഡയറ്റ് തീരുമ്പോൾ ഞാൻ പിന്നെ വാരി വലിച്ച് കഴിക്കും. അതാണ് പ്രശ്നം. കുഴപ്പമില്ല, എന്നാലും നമുക്ക് നോക്കാം. കാരണം നാട്ടിൽ പോവാണ്, വെക്കേഷൻ പോവാണ്. അതിന് മുമ്പ് എൻ്റെ ഈ കൊടവേറ് കുറയത്തില്ലെന്ന് എനിക്ക്. ഓക്കെ, പക്ഷേ കുറച്ച് വണ്ണം കുറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കൊടവേറിൻ്റെ കുറച്ച് ഷേപ്പ് വ്യത്യാസം വരും. അതിന് വേണ്ടിയിട്ടുള്ള തത്രപ്പാടാണ് കേട്ടോ. ഈ വ്ളോഗിനകത്തൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. ഞാൻ കുറച്ചിങ്ങനെ വർത്താനം പറഞ്ഞ് പോകുന്നേ ഉള്ളൂ. നിങ്ങളവർക്ക് കണ്ടൻറ്റും ഒന്നും കാര്യങ്ങളൊന്നുമില്ല. കണ്ടൻറ്റ് ക്ഷാമമാണ്. ഇല്ല, കണ്ടൻറ്റ് ക്ഷാമമുണ്ട് എൻ്റെ കൂട്ടത്തിൽ. എന്താ പറയുക, ചെറുതായിട്ടിങ്ങനെ ഞാൻ നടക്കാൻ പോകുന്നതും വന്നതും കുറച്ച് ചെയ്യുന്നതും കാണിച്ചതേ ഉള്ളൂ. കുഴപ്പമില്ല, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്നു കേട്ടോ. നടക്കുമല്ലോ, ദൈവത്തിൻ്റെ കയ്യിലാണ്. എന്തായാലും ഇത്രയും നേരം കണ്ടതിൽ വളരെ താങ്ക് യു. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കണ്ടവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാം കേട്ടോ. പുതിയ വീഡിയോസും വ്ളോഗും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ പരിമിതികളുള്ളതുകൊണ്ടാണ് നാട്ടിൽ പോയാൽ നല്ല നല്ല വീഡിയോസ് കിട്ടുന്നതായിരിക്കും. ഇവിടെ ഇടുന്നതായിരിക്കും. നിങ്ങളെല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.